മലപ്പുറം താനൂർ ഒട്ടുംപുറത്ത് 3 ദിവസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയെന്ന് മാതാവിന്റെ കുറ്റസമ്മതം. വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. രാവിലെ പോലീസ് സംഘം യുവതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം യുവതി പോലീസിന് കാണിച്ചു കൊടുത്തു. വീടിന് സമീപത്തെ കിണറിനോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു കുഴിച്ചുമൂടിയിരുന്നത്. തിരൂർ തഹസിൽദാർ എസ് ഷീജ, താനൂർ ഡിവൈഎസ്പി വി ബെന്നി എന്നിവരുടെ സാന്നിധ്യത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു. ഒട്ടുപുറം സ്വദേശി ജുമൈലത്ത് കഴിഞ്ഞ 24-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. 26-ന് വീട്ടിൽ തിരിച്ചെത്തിയ അന്നു തന്നെ അർദ്ധരാത്രിയോടെ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് കുഴിച്ചുമൂടുകയായിരുന്നുവെന്നും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി മാനഹാനി ഭയന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നും പോലീസിന് മൊഴി നൽകി. യുവതിക്കെതിരെ IPC 302 പ്രകാരം കൊലക്കുറ്റം ചുമത്തി. അതേസമയം യുവതി ഗർഭിണിയാണെന്ന വിവരം നേരത്തെ അറിഞ്ഞിരുന്നതായും ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചിരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ഗർഭിണിയാണെന്നുള്ളത് 6 മാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്തിയും ആ ഭർത്താവും വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിനെ മദ്യപിക്കുന്ന ആളാണ്, മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറയണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആളെ നിരാശപ്പെടുത്തുകയും ചെയ്തു. കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതായി ഇവരെ കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർ നജീബ് പറഞ്ഞു. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ കുഞ്ഞിനെ നമുക്ക് അനാഥാലയത്തിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ നമുക്ക് മക്കൾ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അപ്പോൾ ആ കുഞ്ഞ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ആദ്യം ഓർമ്മയില്ലെന്ന് വെച്ചു. സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം യുവതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. താനൂർ സിഐക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മീഡിയ 1, തിരൂർ.